യേശുവിൻ്റെ കൂട്ടായ്മയിലെ സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയ ദൈവമക്കൾക്കും ദൈവാനുഗ്രഹം നിറഞ്ഞ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകം 7-ാം അധ്യായം 3-ാം തിരുവചനം. ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളിച്ചെയ്യുന്നു, നിങ്ങളുടെ മാർഗങ്ങളും പ്രവൃത്തികളും നേരെയാക്കുവിൻ, എങ്കിൽ ഈ സ്ഥലത്ത് വസിക്കാൻ ഞാൻ നിങ്ങളെ അനുവദിക്കാം. നമ്മൾ ദൈവമക്കളാണെങ്കിൽ ദൈവീക പ്രവൃത്തികളിലാണ് നമ്മൾ വ്യാപൃതരാകേണ്ടത്. തിന്മയുടെ മാർഗങ്ങൾ ഉപേക്ഷിച്ച് ദൈവത്തോടൊപ്പം നമ്മൾ ചരിച്ചാൽ, ആ ദൈവീക സാന്നിധ്യത്തിൽ നിറഞ്ഞു നിന്നാൽ, എവിടെ നമ്മൾ വസിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നോ അവിടെ നമുക്ക് വേണ്ടി എല്ലാം ഒരുക്കിത്തരും. ആ ദൈവം നമ്മളോടൊപ്പം വസിക്കുകയും ചെയ്യും. കർത്താവിൻ്റെ ആലയം നിങ്ങൾ തന്നെയാണെന്ന് മനസ്സിലാക്കുക. കാരണം ഈശോ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എൻ്റെ ശിഷ്യരാണെന്ന് ലോകം അറിയുവാൻ നിങ്ങളുടെ പ്രവൃത്തികളിലൂടെ ലോകത്തിന് കാണിച്ചു കൊടുക്കുക. പരസ്പരം സ്നേഹിക്കുക, എളിമപ്പെടുക, പങ്കുവയ്ക്കുക. ദൈവീക പ്രവൃത്തികളിൽ നമുക്ക് വ്യാപൃതരാകാം. ദൈവത്തിൻ്റെ ആലയമായി നമുക്ക് മാറാം. ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഒന്നിനെ ഓർത്തും ആകുലപ്പെടേണ്ട ആവശ്യമില്ല. നമുക്ക് ആ ദൈവാനുഗ്രഹത്തിന് വേണ്ടി മുട്ടിപ്പായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ദൈവത്തോട് ചേർന്ന് നിൽക്കുകയും ചെയ്യാം. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ ദിവസം നിങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. മക്കൾ അനുഗ്രഹിക്കപ്പെടുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ലോകസമാധാനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ലോകത്തിലെ 830 കോടിയിലധികം വരുന്ന എല്ലാവരെയും ദൈവത്തിൻ്റെ തിരുഹൃദയത്തിലേക്ക് നമുക്ക് സമർപ്പിക്കാം. അവരെല്ലാം ദൈവം തൻ്റേതാക്കി മാറ്റട്ടെ. എൻ്റെ കർത്താവും രക്ഷകനും നാഥനും ദൈവവുമായ ജീവനുള്ള കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹനിധിയായ സ്നേഹസമ്പന്നനായ സർവാധിപനായ സർവശക്തനായ ദൈവത്തിൻ്റെ സമാധാനം സന്തോഷത്തോടുകൂടി ഞാൻ നിങ്ങൾക്ക് പങ്കുവയ്ക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.